നമസ്കാരം. മറ്റൊരു തടാകത്തിലേക്കാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വനത്തിൻ്റെ നടുവേ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകം, ചെറിയൊരു തടാകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴ പെയ്തിരുന്നതിനാൽ ഈ ഭാഗമൊക്കെ പെരുമഴ പെയ്ത് ആകെ താർമാറായി നാശക്കേടായി കിടക്കുകയാണ്. ഇങ്ങോട്ടൊന്നും വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നില്ല. സാധാരണഗതിയിൽ ഈ ഭാഗത്ത് നിത്യേന വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാം, തുടർച്ചയായി 3-4 ദിവസം പെയ്തിരുന്ന ഇടപെടാതെ പെയ്ത മഴ കാരണം ഈ പ്രദേശത്ത് മഴക്കെടുതിയും ധാരാളം ദുരിതങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടായ കാരണത്താൽ ഇങ്ങോട്ട് പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കുന്നേയില്ല. കാരണം വാഹനങ്ങൾക്ക് പോലും ഇങ്ങോട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. മഴവെള്ളപ്പാച്ചില് പാറകളൊക്കെ ഉരുണ്ട് വഴിയൊക്കെ തടസ്സമായി ആകെ 4 വാഹനങ്ങൾ ഇങ്ങോട്ട് പ്രവേശിക്കാനാകാത്ത ഒരു ദുരിതത്തിലാണ് ഈ പ്രദേശം. ആയതിനാൽ തൽക്കാലം വിനോദസഞ്ചാര മേഖല പൊതുജനങ്ങളെ അകത്ത് പ്രവേശിപ്പിക്കുന്നില്ല. ഈ തടാകത്തിൻ്റെ പേര് കുണ്ടാറ് തടാകം എന്ന് പറയും. കുണ്ടാറ് തടാകം. മലകളാൽ മൂടി പൊതിഞ്ഞിരിക്കുന്ന ഈ തടാകത്തിന് ഭംഗി എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നതിൽ എത്രയോ മുകളിലാണ്. അടുത്ത കാലമായി ധാരാളം ഈ കാണുന്ന മലനിരകൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഇതിൻ്റെ അങ്ങേ സൈഡ്, ആ ഭാഗം പുറകുഭാഗം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സൈഡാണ്. ഈ സൈഡ് തമിഴ്നാട് പ്രദേശമായിട്ട് പങ്കിടുന്നു. തമിഴ്നാട് കേരളമായിട്ട് പങ്കിടുന്ന മലനിരകളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. എന്തായാലും ഈ തടാകത്തിൻ്റെ അകത്ത് പ്രവേശിക്കാത്ത കാരണത്താൽ നമുക്ക് ആകെ നിരാശയോടെ നമ്മൾ പുറമേ നിന്ന് വീഡിയോ എടുത്ത് മടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഉടൻ തന്നെ അടുത്ത മഴ വരാനുള്ള തയ്യാറെടുപ്പ് കാലാവസ്ഥ കാണിക്കുന്നുണ്ട്. ഇത് കാണാമോ, താൽക്കാലിക കടകളാണ് ഇതൊക്കെ. വിനോദസഞ്ചാരികൾക്കായി താൽക്കാലികമായിട്ട് പ്രവർത്തിക്കുന്ന കടകളാണ്. പക്ഷേ മഴക്കെടുതി കാരണം ഈ ഭാഗത്ത് പൊതുജനങ്ങൾക്ക് പ്രവേശിപ്പിക്കുന്നില്ല. വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കാത്ത കാരണത്താൽ ഈ ഭാഗത്തെ ജനങ്ങൾ ആകെ ദുരിതത്തിൽ പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഭാഗത്തേക്ക് സ്വകാര്യ ബസ് സർവീസ് ഇല്ലാത്തൊരു പ്രദേശമാണ്. മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് 4-5 കിലോമീറ്റർ സ്വന്തമായിട്ട് വാഹനമുള്ളവർക്കും അല്ലെങ്കിൽ ഷെയർ ഓട്ടോ എന്ന് പറയും തമിഴ്നാട്ടിൻ്റെ ഒരു രീതിയാണ്. ഒരു 5-10 പേര് കൂടി ഷെയറായിട്ട് 10 രൂപ വീതം ഷെയർ ഇട്ടാണ് ഈ ഭാഗത്തുള്ള പൊതുജനങ്ങൾ താമസക്കാർ വാഹനത്തെ ആശ്രയിക്കുന്ന അത്തരം ഒരു പ്രദേശമാണിത്. ആയതിനാൽ ഇവിടുത്തെ ഈ മഴക്കെടുതി ഈ ചുറ്റുപാടുള്ള ജനങ്ങൾക്കും വല്ലാതെ ഉപജീവന മാർഗത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വിനോദസഞ്ചാര മേഖലയിലൂടെയാണ് ഇവരുടെ ഉപജീവന മാർഗങ്ങൾ നിലകൊള്ളുന്നത്. എന്തായാലും ഈ കുണ്ടാറ് ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ഈ തടാകത്തിൽ ബോട്ട് സർവീസൊക്കെ ഉള്ളതാണ്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ മഴക്കെടുതി കാരണം ഇവിടുത്തെ വിനോദസഞ്ചാരം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഉടൻ തന്നെ ഒരു ശക്തമായ മഴ വരുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തൽക്കാലം ദീപം FIS ചാനലിൻ്റെ കുണ്ടാർ ഡാമിൻ്റെ പ്രദേശത്തു നിന്നുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു ആവശ്യം ഒരിക്കൽ കൂടി ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ഈ വീഡിയോ പൂർണ്ണമാവുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.